പ്രൈസ് ദി ലോർഡ്. നായര് പീടിക പോഞ്ഞാശ്ശേരി ദേശനിവാസികളെ, സർവശക്തനായ ദൈവത്തിന് മാനവരാശിയോട് ഒരു സന്ദേശം അറിയിക്കുവാനുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ദേശത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. മരണമുള്ള ഈ ജീവിതത്തിൽ വളരെ തിരക്കിട്ട ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഒരല്പസമയം സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള സന്ദേശം എന്ത് എന്ന് ശ്രമിക്കുവാൻ വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അറിയുമെന്തിരുയനാഥ ഒരു മനസ്സിൽ പകരണേ ആശാന ഉണരുമീയാത്മതാപം അറിയുമെന്തിരുയനാഥ ഒരു മനസ്സിൽ നീ പകരണേ ആശാനാളം ഉണരുമീയാത്മതാപം ജഡികമാമോഹം പോലെ ശാപം വാങ്ങി അകരുണി പാവിക്കങ്ങേ കരുണയെ തേടാനുള്ളൂ ദാസന കരുണയെ വഴികയായി ഞാൻ പിതാവേ ദാസന കരുണയെ വഴികയായി ഞാൻ പിതാവേ സ്നേഹമേ ജീവനേ സ്വീകരിക്കണമേ ശാന്തിയേ രക്ഷയേ നിത്യജീവനാ ഉണരുമീയാത്മതാപം അറിയുമെന്തിരുയനാഥ ഒരു മനസ്സിൽ പകരണേ ആശാനാളം ഉണരുമീയാത്മതാപം വരിക ഞാൻ ദൂരത്തങ്ങേ മിഴികളിൽ വീഴുമ്പോഴേ അരുപവസ്നേഹത്തോടെ കൈകളാശ്ലേഷിച്ചു തലയരായി നൽകി തിരികയാ ദൈവരാജ്യം തലയരായി നൽകി തിരികയാ ദൈവരാജ്യം രക്ഷയ
ധന്യനാക്കി ശാന്തിയെ സ്നേഹമേ സ്വന്തമാക്കി ഉണരുകയും ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഈ ഭൂമിയിൽ 7 വൻകരകളിലെ ഒരു വൻകരയായ ഏഷ്യാവൽക്കരയിൽ പല രാജ്യങ്ങളുള്ള ഒരു രാജ്യമായ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലുള്ളതിൽ ഒരു സ്റ്റേറ്റായ ഈ കേരളത്തിൽ പല ജില്ലകളുള്ളതിൽ ഒരു ജില്ലയായ ഈ എറണാകുളത്ത് പല ചെറുപട്ടണങ്ങളും ഗ്രാമങ്ങളുമുള്ള ഈ മണ്ഡലത്തിൽ നായരു പീടിക പെരുമ്പാവൂർ എന്ന ഈ സ്ഥലത്ത് സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു അരുളപ്പാടിന്റെ സാക്ഷ്യം വഹിക്കുവാനാണ് ഈ ടീം ശക്തമായി മഴ പെയ്യുന്ന ഈ സമയത്തും അടങ്ങിയിരിക്കാതെ വളരെ ഗൗരവത്തോടുകൂടെ പ്രാധാന്യമേറിയ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ പുതിയ ഉടമ്പടി പുസ്തകങ്ങളിൽ മത്തായി 24:14 രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്കും സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കും, അതോടെ യുഗം അവസാനിക്കുമെന്നുമുള്ള ആ വചനത്തിന്റെ നിവർത്തീകരണവുമായുള്ള ബന്ധത്തിൽ ഈ നായരുപീടികയിലെ ജനത്തോട് ദൈവരാജ്യത്വ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കാനാണ് ഈ ടീം ഇപ്പോ ഈ ചെറു ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത്. എന്തിനാണ് നിങ്ങളെ ഇത് അറിയിക്കുന്നത് എന്ന് വെച്ചാൽ, നാളെ നിങ്ങൾ പറയരുത് ഞങ്ങളത് അറിഞ്ഞില്ല, ഞങ്ങളത് കേട്ടില്ല, ഞങ്ങൾക്കിത് അറിയുകയില്ലായിരുന്നു എന്ന് പറയരുത്. കാരണം ഇത് അറിയിക്കാനാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ യേശു എന്ന പേരിൽ വചനം മാംസമായി ഭൂമിയിലേക്ക് അയച്ചു. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്കറിയാത്ത ഒരു ആഹാരം എനിക്കുണ്ട്. തന്റെ കൂടെ അപ്പോൾ 12 ശിഷ്യന്മാരുണ്ട്. തന്റെ പ്രസംഗങ്ങൾ ഇത്രയും നാളും കേട്ടിട്ടും തന്റെ കൂടെ ഇത്രയും നാളും നടന്നിട്ടും അവർക്കറിയില്ലായിരുന്നു തങ്ങൾ കഴിക്കുന്നതിന്റെ അപ്പുറം തങ്ങൾ അറിയാത്ത ഒരു ആഹാരം കഴിക്കുന്ന ഗുരുവോടുകൂടെയാണ് ഞങ്ങളായിരിക്കുന്നു എന്നുള്ള ആ സന്ദേശം അവർക്ക് ഇതുവരെ മനസ്സിലായില്ല. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരാഹാരം എനിക്കുണ്ട്. അതിന്റെ അർത്ഥം ശിഷ്യന്മാർ ജീവിച്ച ഈ ലോകത്തിലെ ജീവിതം, ആ ജീവിതത്തിൽ കഴിക്കുന്ന ആഹാരത്തെക്കാൾ അപ്പുറം യേശുക്രിസ്തു മറ്റൊരാഹാരം കഴിച്ചിരിക്കുകയായിരുന്നു, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം
ഈ ലോക ജീവിതത്തിന് അപ്പുറമായി മറ്റൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലാണ് ശിഷ്യന്മാർക്കറിയാത്ത ആഹാരം യേശു കഴിച്ചത്. ഇതേപോലെ മോനെ മോളെ, പ്രിയപ്പച്ച അമ്മച്ചി, സഹോദര സഹോദരി, ദൈവരാജ്യ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു പ്രസംഗിച്ച സന്ദേശമാണ്. അത് ഈ ലോകത്തിലെ ആളുകൾ അറിയാത്ത ഒരു ജീവിതമാണ്. അതുകൊണ്ട് നാളെ ഞങ്ങളത് അറിഞ്ഞില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് ഈ നൈരുപീഡികയിലെ ജനവും ഈ ശബ്ദ കാഴ്ചവരിൽ കേൾക്കുന്ന മക്കളെ നിങ്ങൾ ആരും പറയരുത്. ഈ ലോകത്തിനൊരു ജീവിത ശൈലിയുണ്ട്, ലോകത്തിനൊരു ഭക്ഷണമുണ്ട്, ലോകത്തിനൊരു വിദ്യാഭ്യാസമുണ്ട്. എന്നാൽ ലോകത്തെ നയിക്കുന്ന സർവപ്രപഞ്ചത്തിന്റെയും ഉടയവനായ ദൈവത്തിന് ദൈവികമായ ഒരു സിസ്റ്റമുണ്ട്, ദൈവരാജ്യത്തിന്റെ സിസ്റ്റം. അവിടെ ഒരു ഭക്ഷണമുണ്ട്, അവിടെ ഒരു വിദ്യാഭ്യാസമുണ്ട്. ഇതൊന്നും ലോക ജനത്തിന് അറിയില്ല. പക്ഷെ രാജ്യത്വത്തിന്റെ സുവിശേഷത്തിലൂടെ ഇത് ലോകത്തോട് വിളിച്ചു പറയുക, മോനെ മോളെ, നീ അറിയാതെ നീ ആയിരിക്കുന്ന, നീ മറഞ്ഞു കിടക്കുന്ന, നീ ഉറങ്ങുന്ന ഒരു ജീവിതം നിനക്കുണ്ട്. ഇത് നീ തിരിച്ചറിഞ്ഞ് ആ ജീവിതത്തിലേക്ക്, ആ സൃഷ്ടാവ് ഒരുക്കിയ ആ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കുഞ്ഞെ നിന്നെ അതിനെക്കുറിച്ചുള്ള ബോധം തന്ന് അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് ഈ നായരുപീഡികയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ നീ ചോദിക്കും, എനിക്കിതൊന്നും അറിയില്ല. അതെ, ഈ സത്യം നിന്നെ അറിയിക്കാനും ഈ സത്യത്താൽ നീ സ്വതന്ത്രമാകുവാനുമാണ് ഈ മഴയത്ത് ഇതാ ഞങ്ങൾ നിങ്ങളോട് ഈ സന്ദേശം വിളിച്ചു പറയുന്നത്. അരുമകാന്തനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പൊ യേശുവെ, ഞങ്ങളൊന്ന് അങ്ങയോട് ചോദിച്ചോട്ടെ, ഞങ്ങളൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു, ഇവിടെ LKG UKG പഠിച്ചു, 1 മുതൽ 10 വരെ പഠിച്ചു, +2 പഠിച്ചു, ഇതാ അത് കഴിഞ്ഞ് ഡിഗ്രി എടുത്തു, അത് കഴിഞ്ഞ് ജോലിക്ക് പോയി, ഇതാ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി, ഞങ്ങൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഹാർട്ടിന്റെ പ്രശ്നം, ലങ്സിന്റെ പ്രശ്നം, മുട്ടുമടക്കാൻ കഴിയുന്നില്ല, തലയാളെ കറുത്ത മുടിയെല്ലാം വെളുത്ത് അവസാനം രോഗിയായി മനുഷ്യന്റെ വർക്ക്ഷോപ്പെല്ലാം അറിയപ്പെടുന്ന ആശുപത്രിയിൽ കിടന്ന് കുറെ ലക്ഷങ്ങൾ ഞങ്ങളെ നിന്ന് വാങ്ങിച്ചെടുത്ത് ഞങ്ങൾ മരിച്ചുപോയി, ഞങ്ങളെ കുറിച്ചുള്ള ഓർമ്മ പോലും ഇല്ലാതെയായി. ഇതല്ലയോ യേശുവേ ജീവിതം? യേശു പറയും, അല്ല അല്ല അല്ല, ഇതല്ല യഥാർത്ഥ ജീവിതം. ഇതിന്റെ അടിയിൽ മറഞ്ഞു കിടക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്, അവിടെ മറ്റൊരു ആഹാരമുണ്ട്, അവിടെ മറ്റൊരു വിദ്യാഭ്യാസമുണ്ട്. ഈ ലോകത്തിൽ മരണമുണ്ട്, ശവപ്പെട്ടിയുണ്ട്. എന്നാൽ ആ ലോകം മനുഷ്യരുടെ ലോകമല്ല, അത് ദൈവത്തിന്റെയും ദൈവപുത്രന്മാരുടെയും ലോകമാണ്. അവിടെ ശവപ്പെട്ടിയില്ല, അവിടെ മറ്റൊരു ആഹാരമുണ്ട്. അവിടെ ശവപ്പെട്ടിയില്ലാത്തതിന്റെ കാരണം അവിടെ മരണമില്ല, അവിടെ മരണത്തിന് പ്രവേശനമില്ല. കാരണം അത് ജീവന്റെ നാടാണ്, അത് ജീവൻ തുളുമ്പുന്ന നാടാണ്. ഈ മരണദേശത്തിൽ നിന്ന് ആ ജീവൻ തുളുമ്പുന്ന നാട്ടിലേക്ക് നിന്നെ വിളിക്കാനാണ് സൃഷ്ടാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് ആ ക്രിസ്തുവിന് സാക്ഷ്യം നിന്നുകൊണ്ട്, ക്രിസ്തു പറഞ്ഞ അതേ സന്ദേശം നിങ്ങളെ അറിയിച്ചുകൊണ്ട്, പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതാ ഈ മഴയെന്നോ വെയിലെന്നോ നോക്കാതെ ഇതാ ഞങ്ങളെ സ്വർഗത്തിലെ ദൈവമായി ചിരിക്കുന്ന ഈ മണ്ഡലത്തില് ഈ സത്യസന്ദേശം നിങ്ങളെ അറിയിക്കുകയാ. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, എന്താണ് രാജത്വത്തിന്റെ സുവിശേഷം? പ്രിയമകനെ, പ്രിയമകളെ, രാജത്വത്തിന്റെ സുവിശേഷം വളരെ സിമ്പിളാണ്. സൃഷ്ടാവായ ദൈവം, അവിടെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ച് മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും കുടുങ്ങിപ്പോയ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നു. എന്നെയും നിങ്ങളെയും മക്കളായി തന്റെ കുടുംബത്തിൽ മരണമില്ലാത്തവരായി ചേർക്കുവാൻ കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ കുടുംബമായി തീരാൻ മാത്രമല്ല, തുറന്ന് പ്രപഞ്ചം വാഴുന്ന ദൈവത്തിന്റെ കുടുംബമായ ആ കുടുംബത്തിലെ മക്കളായി ഞാൻ നിങ്ങളെ തീരുമ്പോ ഈ ഭൂമിയുടെ നിത്യരാജാക്കന്മാരായി, ഭരണാധികാരി
വ്യാപാരികളായി എന്നെ നിങ്ങളെ മാറ്റണമെന്നുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ വലിയ ആഗ്രഹം, ആ വലിയ ഇഷ്ടം നിങ്ങളെ അറിയിക്കുകയാണ്. ഇതാണ് രാജത്വത്തിന്റെ സുവിശേഷം. ഇതുകൊണ്ടാണ് അരിമഖാന്തനായ ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് ജനത്തെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് അതിന്റെ അർത്ഥം നീ അനാഥനല്ല, നീ അനാഥയല്ല. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ വീട്ടിൽ കരയുന്നുണ്ട്, എനിക്കാരുമില്ല, എനിക്ക് മക്കളില്ല, എന്റെ ജീവിത പങ്കാളി എന്നെ തള്ളി, എന്റെ വീട്ടുകാരെന്നെ തള്ളി. തിരിച്ചറിവ് മോനെ, നിനക്കൊരു അപ്പനുണ്ട്, നീ അനാഥനല്ല, നിന്നെ കത്തിരിക്കുന്ന ഒരു അപ്പൻ. യേശു പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങളുടെ പിതാവ്, അതെ നിനക്കൊരു പിതാവുണ്ട്, നിനക്ക് കിങ്ഡം തരുക, രാജത്വം തരുക, തന്റെ ഭവനം തരുക, നിനക്ക് ദൈവത്തിന്റെ പുത്രത്വം തരുക, ഈ ഭൂമിയുടെ രാജ്യത്വം നിന്റെ കയ്യിൽ തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ സന്ദേശം മകളെ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ സന്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് മരണം നിന്നെ വേട്ടയാടി കൊല്ലുന്നതിന് മുമ്പ്, നിനക്ക് അനുവദിച്ച ശ്വാസം തീരുന്നതിന് മുമ്പ്, ഇതാ ഈ സന്ദേശം, ഈ ഇൻവിറ്റേഷൻ നീ ഏറ്റെടുക്കുക. രാജ്യത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിന്റെ കുടുംബത്തിലേക്കുള്ള PR, പെർമനന്റ് റെസിഡൻസ്, എനിക്ക് നിനക്കും തരുന്ന ഒരു ഇൻവിറ്റേഷൻ ആണ്. നിങ്ങളുടെ വീട്ടിലൊരാൾ കല്യാണം വിളിക്കാൻ വരുന്നു, അല്ലെ? ഇത് ആ സന്തോഷത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നു. ഇതേപോലെ ഈ നായർ പീഡികയിലേക്ക് ഇതാ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്ദേശവുമായി, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നിന്നെ വിളിക്കുവാൻ ഒരു കൂട്ടം ജനം ഇതാ കടന്നു വന്നിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ തിരക്കിന്റെ ഇടയിൽ നിന്ന്, ഈ ലോകത്തിന്റെ നിന്നെ കൊല്ലുന്ന, നിന്നെ മരണത്തിൽ പിടിച്ചു കെട്ടുന്ന ഈ തിരക്കിന്റെ ഇടയിൽ നിന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിപ്പാൻ നിനക്ക് ദൈവം ഹൃദയങ്ങളെ തുറക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ഇൻവിറ്റേഷൻ നിരസിക്കരുതേ എന്ന് ഞങ്ങൾ നിങ്ങൾ ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ നിരസിക്കരുതേ എന്ന് ഞങ്ങൾ നിങ്ങൾ അപേക്ഷിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് കടന്നു വരാൻ താല്പര്യമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയ മകളെ, ഞാൻ നിങ്ങൾ ഈ ലോകത്തിൽ മരണത്തിൽ കുടുക്കപ്പെട്ടവരാണ്. മരണത്തിന്റെ കാരണം പാപമാണ്. എന്നാൽ പാപത്തിന്റെ പരിഹാരം അത് രക്തം ചിന്ത കൂടാതെ പാപത്തിന് പരിഹാരമില്ല. ഈ പാപത്തിന്റെ പരിഹാരമായി സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു. നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ച് നമ്മളെ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി. എങ്ങനെ? ഒരു സ്പിരിച്വൽ ടെക്നോളജിയാണ്. പുതിയ സൃഷ്ടിയിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിടുവിച്ചു. മകളെ, ഇത് നീ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ നിന്റെ രക്ഷിതാവായി, നിന്റെ കർത്താവായി, നിന്റെ നായകനായി നീ വിശ്വസിച്ച് വാങ്ങോട്ട് ഏറ്റു പറയുന്നുവെങ്കിൽ, പ്രിയമകനെ, നമ്മുടെ സകല കഴിഞ്ഞകാല പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിടുവിക്കും. എങ്ങനെ? പുതിയ സൃഷ്ടിയിലൂടെ. ഈ ശരീരം മരിക്കേണ്ടതെങ്കിലും അകത്ത് പുതിയ സൃഷ്ടികർമ്മത്തിലുള്ള ആ വീണ്ടും ജനനത്തിലൂടെ നമ്മൾ രക്ഷിക്കുകയാണ് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത്. ആ വ്യക്തി മനുഷ്യപുത്രനല്ല, അവൻ ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ എന്നേക്കും ദൈവിക ഭവനത്തിൽ വസിക്കുകയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി തീരുകയും അങ്ങനെ സ്വർഗീയ പൗരത്വത്തിൽ ക്രിസ്തുവിന്റെ സഹോദരനായി നിത്യം വസിക്കുകയും ചെയ്യും. ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഈ രക്ഷ അനുഭവിപ്പാൻ, ഈ ദൈവരാജ്യം അവകാശമാക്കുവാൻ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുക്രിസ്തു രക്തത്താൽ പാപങ്ങളെ കഴുകിക്കളയുവാൻ പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. തുടർന്ന് യേശുവിനെ അനുസരിച്ച് ജീവിക്കുക. അതുവഴി സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയും. ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ഇത് അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഈ സന്ദേശത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇതൊരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആണ്. യേശുവിനോട് പഠിക്കുന്ന ഒരു സ്പിരിച്വൽ വിദ്യാഭ്യാസമാണ്.
ഇത് ഒരു അരമണിക്കൂർ കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തരാൻ കഴിയുന്നതല്ല. ഇത് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ആ നോട്ടീസ്, ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾക്ക് ആ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നോട്ടീസിൽ ഞങ്ങളുടെ നമ്പറുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാത്രമല്ല, ഇവിടെ അടുത്ത പൂക്കാട്ട് പണിയിൽ പഞ്ചായത്ത് റോഡിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. 22 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുക. അടുത്ത ധ്യാനം ജൂലൈ 1-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോ നിങ്ങൾ അവിടെ കടന്നു വന്ന് ഈ ദൈവരാജ്യ സുവിശേഷത്തെ കുറിച്ചും ഈ സ്പിരിച്വൽ ടെക്നോളജിയെ കുറിച്ചും നിങ്ങൾക്ക് ധാരാളമായി മനസ്സിലാക്കാവുന്നതാണ്. സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ പലതും സമ്പാദിച്ചിട്ടുണ്ടാകാം. ഇതാ ചിലര് ഒരു സൈക്കിൾ സമ്പാദിച്ചു, ചിലര് സ്കൂട്ടർ, ചിലര് കാറ്, ചിലര് വീട്, ഇതാ ചിലര് ജീവിത പങ്കാളി, മക്കൾ. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഇതെല്ലാം ഇവിടെ മരണം കൊണ്ട് സെമിത്തേരി കൊണ്ട് അവസാനിക്കും. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ദൈവരാജ്യത്തെ സുവിശേഷം സെമിത്തേരി കൊണ്ട് അവസാനിക്കുകയല്ല, നമ്മുടെ മരണത്തിലൂടെ ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി തീരുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ സന്ദേശം തള്ളിക്കളയാതെ, ഇത് മനുഷ്യർ അംഗീകരിക്കാത്തതും വളരെ ഇടുങ്ങിയതുമായ ഒരു കട്ടുകമണി പോലെയുള്ള ഒരു ചെറിയ സന്ദേശമാണ്. എങ്കിലും പ്രിയമകനെ, ഇത് നീ അവഗണിക്കാതെ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കടന്നു വരുന്നെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹമായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. സ്വർഗ്ഗപിതാവേ, ഈ നായരുപിടിയിലെ ജനത്തെ മാത്രമല്ല, ഈ ശബ്ദകാഴ്ച വരുതിയിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, തുടർന്നും കേൾക്കുന്ന ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെയും ഇവരുടെ ബിസിനസ്സിനെയും ഇവരുടെ മാതാപിതാക്കന്മാരെയും ഇവരുടെ തലമുറകളെയും ഇവർക്കുള്ളതിനെയെല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കുന്നു. ഈ ദേശവും അങ്ങയുടെ ചിന്തകൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നുവല്ലോ. നല്ല പിതാവേ, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ആ അനുഗ്രഹം നിത്യതേജസ്സിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. സർവമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ഉണ്ടായിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. ഈ ജനത്തെ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.